എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് രേണു സുധിയും തെറുത്താത്തയും തമ്മിലുള്ള തർക്കം. പ്രിയതാരം സുധിയുടെ വിയോഗത്തിന് ശേഷം രേണുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും സൈബർ അറ്റാക്കുകൾ നടക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ തെറുത്താത്ത എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നടത്തിയ ചില പരാമർശങ്ങളാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കിച്ചു കൂടി ഇടപെട്ടതോടെ വിഷയം കൂടുതൽ സങ്കീർണമായിട്ടുണ്ട്. രേണു സുധിയുടെ വ്യക്തി ജീവിതത്തെയും അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തെറുത്താത്തയുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോശം ഭാഷാ പ്രയോഗങ്ങളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഇതിലുണ്ടായിരുന്നു എന്നാണ് രേണുവിന്റെ അനുകൂലിക്കുന്നവർ പറയുന്നത്. പലപ്പോഴും പരിധി വിടുന്ന തരം ട്രോളുകളും വീഡിയോകളും തന്നെ മാനസികമായി തളർത്തുന്നു എന്ന് രേണു നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുതിയ സാഹചര്യത്തിൽ തനിക്കെതിരെ ഉയർന്ന അനാവശ്യ വിമർശനങ്ങൾക്ക് രേണു കൃത്യമായ മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിലേക്ക് കിച്ചു എത്തിയതോടെ സോഷ്യൽ മീഡിയ ഇത് കൂടുതൽ ഗൗരവമായി എടുത്തത്. രേണുവിന് അനാവശ്യമായി ബോഡി ഷെയ്മിങ്ങും സൈബർ ബുള്ളിങ്ങും ഇരയാക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് കിച്ചു സ്വീകരിച്ചിരിക്കുന്നത്. തെറുത്താത്തയുടെ ശൈലിയെ വിമർശിച്ച കിച്ചു ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറാൻ ആർക്കും അവകാശമില്ലെന്നും വ്യക്തമാക്കി. കിച്ചുവിന്റെ ഇടപെടൽ സോഷ്യൽ മീഡിയയിൽ രണ്ടുതരം അഭിപ്രായങ്ങൾക്കാണ് വഴിതെളിച്ചത്. ഒരു വിഭാഗം കിച്ചുവിനെ പിന്തുണയ്ക്കുമ്പോൾ മറുവിഭാഗം ഇത് വെറും പ്രശസ്തിക്ക് വേണ്ടിയുള്ള നാടകമാണെന്നാണ് ആരോപിക്കുന്നത്. നിലവിൽ തെറുത്താത്തയും കിച്ചുവും തമ്മിലുള്ള വാക്ക് പോരാട്ടം ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലൂടെയും ലൈവുകളിലൂടെയും തുടരുകയാണ്. രേണുസുധി ഈ വിഷയത്തിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അത് മറ്റൊരാളുടെ അന്തസ്സിനെ ബാധിക്കുന്ന തരത്തിലാവരുതെന്ന ശക്തമായ ചർച്ചയും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.